ഹലോ ബാത്തു ഇങ്ങോട്ട് നിക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് എന്താ നമ്മുടെ പരിപാടി? മീൻ പിടിക്കുന്ന പരിപാടി. മീൻ പിടിക്കുന്ന പരിപാടി. അതെ, നമ്മളിന്ന് ഫിഷിങ്ങിന് പോവാണ്. എവിടെയാ നമ്മൾ പോകുന്നത്? അടുത്തുള്ള കുളത്തിൽ. അതെ, അപ്പോൾ നമ്മളിന്ന് ഫിഷിങ്ങിന് പോവാണ്. അപ്പോൾ രാവിലെ എണീറ്റ് പാത്തു കുളിച്ചാ? ഇല്ല, നാണം കെടുത്തി. ഗൈസ്, അപ്പോൾ നമ്മൾ ചൂണ്ട ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, അടി ചളങ്ങി. അപ്പൊ ഗൈസ്, ഇന്ന് അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. നമ്മൾ നാളെ ഫാന്റസിക്ക് പോവാണ്. ഉറപ്പില്ല, എന്നാലും നമ്മൾ ചിലപ്പോൾ പോവും. ഇല്ലെങ്കിൽ നമ്മൾ ഫാന്റസി പോയി നമ്മൾ മലമ്പുഴ പോകും. വെറുതെ ഇരിക്കില്ല. അപ്പോൾ നാളെ നല്ല ക്ലൈമറ്റ് ആയിരിക്കണം എന്നാണ് എൻ്റെ. ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. ഒരുപാട് മഴയാണെങ്കിൽ അല്ല, വെള്ളം നമുക്കിപ്പോ ഇലക്ട്രിക് റൈഡിലൊക്കെ കയറുമ്പോൾ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഒരു ക്ലൈമറ്റ് മതി. ഒരുപാട് മഴയൊന്നും അല്ല, വെയിലൊന്നും നമ്മൾ വേണ്ട. ഈ ഒരു ക്ലൈമറ്റ് മതി. അപ്പോൾ നമ്മൾ ചൂണ്ട ഇടാനായിട്ട് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അതായത് നൂലല്ല, ഞരമ്പും പിന്നെ കൊക്കിയും പിന്നെ ഇതിൻ്റെ അത് ചെറിയ നട്ടൊക്കെ വരുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ വാങ്ങിച്ചാണ്. നമുക്ക് ഇന്നിടാം. പിന്നെ ഇത് കുഞ്ചപ്പൻ മറ്റേ മയിൽപ്പീലിയുടെ ഇതൊന്ന് ഒടിച്ചെടുത്തൊരു കമ്പാട്ടോ. നമുക്ക് ഇതും കെട്ടിയിട്ട് മീൻ പിടിക്കാൻ പോവാം. ഇപ്പോൾ രാവിലെ ഏകദേശം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10:30-11 മണിയാകുമ്പോഴത്തേക്കും നേരെ മീൻ പിടിക്കാനായിട്ട് പോവാം കേട്ടോ. കണ്ടോ, അപ്പം അത്യാവശ്യം വെയിലുണ്ട്. ഈ ഒരു വെയിൽ നാളെ വരെ ഇരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം പാത്തു ഇവിടെ ഹെൽപ്പർ ഉണ്ട്. പാത്തു ഹായ്. നമ്മൾ വടി തപ്പി ഇറങ്ങാട്ടോ. നമ്മളിവിടെ ഇര വെട്ടാൻ വരുന്നത്. നമ്മൾക്ക് ഈ വടി മതിയോ? ഇത് കാണിക്കൊന്ന. ഓ, ഭയങ്കര വെയില്. യെസ്, ഇല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാം. എന്നിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പോവാം. അല്ല, ഇര തപ്പാ. വടി തപ്പണോ? ഇലക്ട്രിക് ലൈനാ ഇതാ. നമ്മള് താഴ്ത്തിയില്ലല്ലോ. അതന്നെ, ഇലക്ട്രിക് നിറച്ചും പുളിയൂറും പാട്ടോ ഇവിടെ. വളർത്തണ കുളത്തിലേ അതൊരു വളർത്തണ കുളമുണ്ട് കേട്ടോ. അവിടെ നിറയെ ഇഷ്ടം പോലെ മീനുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി പിടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതന്നെ പറഞ്ഞ, വളർത്തണ കുളത്തിലാകുമ്പോ ഇഷ്ടം പോലെ മീനുണ്ടാവും. നമ്മളിപ്പോ ഈ വയലുകുളത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് മീനൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ ഇനി ഈ ചൂണ്ടയും കൂടെ കെട്ടിയിട്ട് വരാം. എന്നാലും നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാം കേട്ടോ. ഓക്കെ, ബൈ. ഹേ ഗൈസ്, ഇപ്പം നമ്മുടെ ഒരു ചൂണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു മയിൽപ്പീലിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൊക്കിയെല്ലാം കോർത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചൂണ്ട റെഡിയാക്കാം. അപ്പം നമ്മൾ ഒരു ചൂണ്ട റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഹേ ഗായ്സ്, നമ്മുടെ ചൂണ്ട മുങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ വെച്ചാണ് ചൂണ്ട. അതെ, എനിക്ക് തോന്നുന്നു അത് തന്നെ പോയതാണ്. അത് അങ്ങോട്ട് ആ ഒരു അടിയിലോട്ട് പോയിട്ടുണ്ട്. നല്ല ആഴമുണ്ട്. നല്ല ആഴമുണ്ട്. നമുക്ക് ആരെയും കുളിക്കുമ്പോ കാലില് കുടുങ്ങും. അപ്പൊ ഗൈസ്, നമ്മള് ഫിഷിംഗ് വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താല്ലേ? ഡിസപ്പോയിൻമെന്റ് ആണോ? കോട്ടക്കാരുണ്ടോ? നമുക്ക് അടുത്ത പ്രാവശ്യം മീൻ പിടിക്കാം.
ഓക്കെ. കൊത്തുണ്ടായിരുന്നു കൊത്തുണ്ടായിരുന്നു, പക്ഷെ മീൻ കിട്ടിയില്ല. അപ്പോൾ ചെറിയ ചെറിയ മീൻ അതിൻ്റെ പറഞ്ഞു തന്നെയാ അല്ല സിനിമ. അത് ഷോർട്സ് ആയിട്ട് ഇടാം നമുക്ക്. ഓക്കെ ബൈ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ. ഹേ ഗായ്സ്, ഇപ്പോൾ നമ്മൾ കുളത്തിലെത്തിണ്ട് കേട്ടോ. ഇനി എന്താ ചൂണ്ടയിടാൻ വേണ്ടി പോവാണ്. നമ്മുടെ കടവിൽ ആരും ഇല്ല കേട്ടോ. ഓക്കെ അനിയ, അപ്പോൾ നാളത്തെ കാര്യം സെറ്റായില്ലേ ഗൈസ്? നാളെ നമ്മളപ്പോൾ പോകുന്നതാണ് സുഹൃത്തുക്കളെ. ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്ലേ? ഏകദേശം എല്ലാം റെഡി ആയി, കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അതെ, നാളെ ഈ ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ പൊളിയായിരിക്കും നാളെ. അല്ല, നാളെ മഴയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? വാട്ടർ റൈഡ്സിൽ ഇറങ്ങാനാണ് നമ്മൾ മെയിൻലി പോകുന്നത്, അതുകൊണ്ട് മഴയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തനിയാ ഹേ ഗായ്സ്, നമ്മുടെ ചൂണ്ട മുങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ വെച്ചാണ് ചൂണ്ട. അതെ, എനിക്ക് തോന്നുന്നു അത് തന്നെ പോയതാണ്. അത് അങ്ങോട്ട് ആ ഒരു അടിയിലോട്ട് പോയിട്ടുണ്ട്. നല്ല ആഴുണ്ട് ഇവിടെ. നല്ല ആഴമുണ്ട്. നമുക്ക് ആരെയും കുളിക്കുമ്പോൾ കാലിൽ കുടുങ്ങും. അപ്പോൾ ഗൈസ്, നമ്മൾ ഫിഷിംഗ് വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താല്ലേ? ഇനിയാ ഡിസപ്പോയിൻമെന്റ് ആണോ? കോട്ടക്കാരുണ്ട്, നമുക്ക് അടുത്ത പ്രാവശ്യം മീൻ പിടിക്കാം. ഓക്കെ. കൊത്തുണ്ടായിരുന്നു, പക്ഷെ മീൻ കിട്ടിയില്ല. അപ്പോൾ ചെറിയ ചെറിയ മീൻ അതിൻ്റെ പറഞ്ഞു തന്നെയാ അല്ല സിനിമ. അത് ഷോർട്സ് ആയിട്ട് ഇടാം നമുക്ക്. ഓക്കെ ബൈ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ. ഞണ്ടിനെ പിടിക്കി. ഞണ്ട് വേട്ട പിടിക്കണ. പോയി.